ആ ഹലോ ആ രാജീവാ എന്നിട്ടാ സുഖല്ലേ എടാ എടാ തിരക്കുണ്ടായാലും വെക്കലടാ 2 മിനിറ്റ് സംസാരിച്ച് പോ രാജീവാ ആർക്കും സംസാരിക്കാൻ സമയമില്ല ജെബീനെ വിളിക്കാം ആ രവി എന്തെന്താ വിശേഷം അതെ ഞാനേ എടാ രവി വെക്കല്ലടാ ഒരു സൈബർ കുറ്റവാളിക്കും എന്നെ വിളിച്ചൂടെ എന്നാ ഞാൻ വിളിച്ചു അങ്ങോട്ട് എടുത്തുടോ നീ ഗുഡ് മോർണിംഗ് സാർ. കുറച്ച് സമയം സംസാരിക്കാൻ സമയം ഉണ്ടാവോ സാറിന്? കുറച്ച് സമയം സംസാരിക്കാൻ സമയം ഉണ്ടാവോന്നാ? ഈ ജീവിതം മുഴുവൻ സംസാരിക്കാം നമുക്ക്. സാർ എൻ്റെ പേര് ഗ്രീഷ്മ, ഞാൻ ഒരു BBA സ്റ്റുഡന്റ് ആണ്. പഠിക്കുന്നേ? അതെ, നല്ല പേര്. താങ്ക് യു സാർ. സാർ ഞാനൊരു ABCD മാർക്കറ്റിംഗ് കമ്പനിയുടെ ഭാഗമായിട്ട് വരികയാണ്. ഞങ്ങളുടെ കുറച്ച് പ്രൊഡക്റ്റുകൾ സാറെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. പരിചയപ്പെടുത്തിക്കോളൂ. താങ്ക് യു സാർ. അല്ല സാർ, ഒരു വീടിന് ഏറ്റവും ബേസിക് ആയിട്ട് വേണമെന്ന് പറയുന്നത് ശുചിത്വമാണ്. തീർച്ചയായും. ഞങ്ങളുടെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സാറിന്റെ വീട് വെട്ടിത്തിളങ്ങും, കണ്ണാടി പോലെ. സാറേ, ഇത് വെറും വാക്കല്ല, ഞങ്ങൾ തരുന്ന ഉറപ്പാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ മാർക്കറ്റിൽ 220 രൂപ വരുന്നത് ഞങ്ങൾ 100 രൂപയ്ക്കാണ് സാറിന്. വെറും 100 രൂപയ്ക്ക് തേച്ച് കുളിക്കാൻ പറ്റുമോ? സാറ് കുളിക്കും സാറേ. വേറെയും പ്രൊഡക്റ്റ് ഉണ്ട്. ഇത് മാത്രല്ല, ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട്. സാർ പാട്ട് പാടുമല്ലേ? പാട്ട് പാടില്ലേ സാറ്? അപ്പൊ സാറിന് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇത്. അതായത് മൈക്കായിട്ട് ഉപയോഗിക്കാം, സ്പീക്കറായിട്ട് ഉപയോഗിക്കാം, ബ്ലൂടൂത്ത് സ്പീക്കറായിട്ട് ഉപയോഗിക്കാം. സാറിന് പാട്ട് പാടാം, സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാം. സാർ ഇതുപോലെ ആവും സാറേ. നാളത്തെ ഞങ്ങളുടെ പരസ്യം സാറായിരിക്കും. ഇത് ഞങ്ങളുടെ ഹൈ ഇന്റൻസിറ്റി ടോർച്ച് ലൈറ്റ് ആണ്. ഇവിടെ നിന്ന് കത്തിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തെ പഞ്ചായത്ത് വരെ സാറിന് കാണാൻ പറ്റും ഇത് ഉപയോഗിച്ചാൽ. അപ്പൊ പഞ്ചായത്തിന് പോണ്ട, പിന്നല്ലാതെ. സാർ അടുക്കളയിൽ കയറാറുണ്ടോ? അടുക്കള പണി ചെയ്യാറുണ്ടോ? എങ്കിലിതാ ഞങ്ങളുടെ ഫ്രൈയിങ് പാൻ. നിനക്ക് വേണ്ടി അടുക്കള പണി ഞാൻ ചെയ്യും. അയ്യോ, താങ്ക് യു സാർ. ഇതാണ് ഫ്രൈയിങ് പാൻ. സാറിന് ദോശ ഉണ്ടാക്കാം, അപ്പം ചുടാം. വളരെ ഈസി ആയിട്ട് സാറിന് ഉപയോഗിക്കാം. അതെ സാറേ. അപ്പൊ സാറിന് ഇതിൽ ഏതാണ് വേണ്ടത്? എല്ലാം എടുക്കണം സാറേ. സാറിന് പറ്റി വേറൊരു അടിപൊളി പ്രൊഡക്റ്റ് എന്തെങ്കിലും ഉണ്ട്. സാറിന് അത് എന്തായാലും ഉപകാരപ്പെടും. സാറിന്റെ ഇരിപ്പ് കണ്ടാൽ അറിയാം. സാറിന് GK ഇല്ലല്ലോ? ഇല്ലല്ലോ. എന്നതാ പിടിച്ചു. ഇതാണ് ഇയർ ബുക്ക്. ഈ ഒരു ഒറ്റ ബുക്കിൽ നിന്ന് ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും സാറിന് അറിയാൻ പറ്റും. ഉറുമ്പിന്റെ കാലിന്റെ എണ്ണം വരെയുണ്ട് സാറേ എന്റെ ഉള്ളില്. അതാണ് വേണ്ടത്. അപ്പൊ ഏത് പ്രൊഡക്റ്റ് ആണ് സാറിന് വേണ്ടത്? ഏത് പ്രൊഡക്റ്റ് ആയാലും ഒന്ന് ഞാൻ എടുക്കും. പക്ഷെ നമ്മ ഒന്നെടുത്താലേ 1 മണിക്കൂർ നമുക്ക് ഇടുന്ന സംസാരിച്ചിരിക്കണം. സാറേ, വീട്ടില് വേറെ ആരുമില്ലേ? അമ്മ, പെങ്ങള്, ചേച്ചി, അങ്ങനെ ആരെങ്കിലും? എന്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, മാമൻ എല്ലാരും ഉണ്ട്. ഇതാരാ വീടാ? ഇത് സാറിന്റെ വീടല്ലേ? ഇതെന്റെ വീടല്ല. ഞാൻ ഇതേ പോകുമ്പോ ഭയങ്കര വെയില്, ഭയങ്കരമായ വേർത്ത് കുളിക്കുമ്പോ നോക്കിയേ വാഴത്തോട്ടം, പൂന്തോട്ടം, നല്ല ഓടിട്ട പഴയ വീടുടെ തണുപ്പുണ്ട്. അപ്പൊ ഇവിടെ വന്നിരുന്നു. നമ്മ രണ്ടാളും അപരിഷ്കൃതല്ലേ, അല്ല അപരിചിതരേ. രണ്ടാൾക്ക് ഇടിരിക്കാം, സംസാരിക്കാം. ആയിക്കോട്ടെ, സന്തോഷം. അങ്ങനെ പോണ്ട, നമുക്ക് സംസാരിക്കാലോ. ഇല്ല സാർ, എനിക്ക് വേറെ ഒരുപാട് പണി സാറേ. എനിക്ക് തിരക്കുണ്ട്. നമ്പർ തരുമോ? ശരി. ഷീലേ, ഭർത്താവെന്നോ?
ഭർത്താവിനും കൊടുക്കും. ഹലോ സാർ, നമസ്കാരം സാർ. അടുത്ത് വരാം. ഒരു സെക്കൻഡ് സാർ, ഒന്ന് വരാമോ? ഇപ്പം വരാണ്. പണിയെടുക്കുക നമസ്കാരം സാർ. ആ ഞങ്ങൾ ABCD കമ്പനിയുടെ കുറച്ച് പ്രൊഡക്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് വന്നതാണ്. അത് ശരി. സാറിന് താല്പര്യമുള്ള ഐറ്റംസ് ഉണ്ടെങ്കിൽ കണ്ടു നോക്കിയിട്ട് എടുക്കാവുന്നതാണ്. വലിയ താല്പര്യമൊന്നുമില്ല, നിങ്ങൾ പോയി. അല്ല സാർ, ജസ്റ്റ് ഒന്ന് ഈ ഐറ്റംസ് ഒന്ന് സാറിന് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അത്ര മാത്രമേ ഉള്ളൂ. സാറിന് താല്പര്യം എടുക്ക്. അല്ല, ഓക്കെ സാർ. സാർ അവിടെ നിന്നോളൂ, അവിടെ നിന്നോളൂ, മണ്ണിലേക്ക് ഇറങ്ങണ്ട. ഞാനിത് ഇങ്ങോട്ട് ഇവിടെ ഒന്ന് വെക്കുന്നുണ്ടേ. ഓക്കെ സാർ. ഇതില് വേറൊന്നുമല്ല സാർ, ഇത് നോക്കൂ, ഇത് ഞങ്ങളുടെ ഒരു പുതിയ ഐറ്റം ആണ് സാർ. ഇത് എത്ര ലോങ്ങിലേക്ക് വേണമെങ്കിലും നമുക്ക് ലൈറ്റ് കിട്ടുന്ന ഒരു ടോർച്ചാണ്. ഇതെല്ലാം ചെക്കൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നു ഇവിടെ, അതൊന്നും വേണ്ട സാർ. ഇത് ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ സാധാരണ. വേണ്ടടോ, ഞാനല്ലേ പറയുന്നേ. ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. സാറിന് താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളൊരു തൊഴിലിന്റെ ഭാഗമാണ് സാർ. അതാ ഞാൻ നിന്നേ. ഓക്കെ, സന്തോഷം സാർ. വേറെ ഐറ്റം ഉണ്ട്. ഇപ്പൊ നമുക്ക് ഈ നല്ല ടൈപ്പ് ജ്യൂസ് ഗ്ലാസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ നമുക്ക് വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റ് ഒക്കെ വരികയാണെങ്കിലേ നമുക്ക് അവർക്ക് കൊടുക്കാവുന്ന നല്ല ഗ്ലാസുകളാണ് സാർ. 10-26 കൊല്ലം ഞാൻ ഇവിടെ താമസിക്കുന്നത്. അന്ന് മുതലേ ഉണ്ട് ഇവിടെ ഗിഫ്റ്റിന്റെ മറ്റേ ജ്യൂസിന്റെ അല്ലോ. എന്തിനാ ഇത് ഇടങ്ങാറല്ല സാർ? ഇതൊക്കെ എപ്പോഴും ആവശ്യം വരുന്നല്ലേ. നമുക്ക് ഒരു ഗ്ലാസ് പൊട്ടുമ്പോ പെട്ടെന്ന് കൂടി ഗ്ലാസ് മേടിക്കാൻ പറ്റില്ലല്ലോ. കണ്ടോ, അതൊന്നും വേണ്ട, വേറെ കൊണ്ട് ഓക്കെ ഓക്കെ സാർ. സാർ, പാൻ എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും നമുക്ക്? ഈ ഫ്രൈ പാൻ അതെല്ലാം ഉണ്ട്. ചട്ടുകല്ലും മറ്റേ ദോശക്കല്ലും ഉണ്ട് ഇവിടെ. ആ, അല്ലുണ്ട്. ഓക്കെ സാർ, ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. ഒരു പൊരയല്ലോ എല്ലാം ഉണ്ടാവും. അതല്ല, ഞങ്ങളൊന്നും എല്ലാം നമ്മുടെ ഒരു കമ്പനി പ്രൊഡക്റ്റ് അല്ലേ ഇത് സാർ. ഇത് മൈക്കാണ് സാറിന്. മ്യൂസിക്കിലൊക്കെ എങ്ങനെയാണ് താല്പര്യം? അതുപോലെ താല്പര്യമുണ്ട് സാറേ. സാർ, ഇതൊരു ബെറ്റർ ഐറ്റം ആണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു മിനിറ്റ് സാർ, ഇതിന്റെ പാക്കറ്റ് ഒന്ന് അഴിച്ചോട്ടെ കേട്ടോ. ഓക്കെ സാർ. ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് വീട്ടിലിരുന്ന് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നൊരു മൈക്കാണ് സാർ. ഇത് ഓണാക്കിണ്ട്. ഇത് എക്കോ സിസ്റ്റം ആണ്. നമുക്ക് ഇങ്ങനെ കറക്റ്റ് ഡിലേ ഒക്കെ കിട്ടുന്നു സാർ. ഒന്ന് പടി നോക്കൂ സാർ. എൻ്റെ ഒരു ഫീൽ ഒന്ന് മനസ്സിലാക്കുള്ളൂ സാർ. പഠിക്കുള്ളൂ സാർ. ഒറ്റക്കമ്പിനാദം മാത്രം മൂളും വീണാഗാനം ഒറ്റക്കമ്പിനാദം മാത്രം മൂളും വീണാഗാനം. ഒരു കാര്യം പറയട്ടെ, ഈ പാട്ട് പാടുമ്പോ ബേസ് വേണം. ഇതിന് ബാസ് കുറവാ. അതുണ്ട് സാർ, ബാസ് ഉണ്ടെന്നില്ലേ? കുറച്ച് നമ്മൾ ഇട്ടാ മതി. 7 സ്വരങ്ങളും തഴുകി വരും ഒരു ഗാനം. 7 സ്വരങ്ങളും തഴുകി വരും ഒരു ഗാനം. ഗാനം അഭിലാഷ ജാലം മാനസവീ. സാർ, ഇത് എടുത്തോളൂ സാർ, ഇത് എടുത്തോളൂ സാർ. പൈസ അല്ല ഇത് സാർ എടുക്കണം. കാരണം എനിക്ക് വേറൊന്നും അല്ല സാർ, ഇതേപോലെ പാടുന്ന ആളുകൾ അത് ഉപയോഗിക്കുമ്പോഴല്ലോ സാർ നമുക്ക് വലിയൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് സാർ. സാർ എടുക്കണോ അത്? ഉണ്ടല്ലോ, ഞാൻ വേറെ പാട്ട് പാട്ടെ. ഓർമ്മതൻ വാസന്ത നന്ദനത്തോപ്പിൽ ഒരു പുഷ്പം മാത്രം, ഒരു പുഷ്പം മാത്രം. ഡേസി 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 ലലലലലാ. ഓർമ്മതൻ ഭിത്തിയിൽ ഒരു മുഖം മാത്രം, ഒരു സ്വരം മാത്രം. ഡേസി 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 ലലലലലാ. സാർ എടുക്കില്ലേ? എടുക്കാലോ അല്ലേ? 7 സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം. ഗാനം ഭാവ. അത് നേരത്തെ പാടിയോ? നേരത്തെ പാടിയോ സാർ? നോക്കല്ലേ സാർ, ഒന്ന് എടുക്കട്ടെ. കുടന്ന നിറയെ തിരുമധുരം കുരുന്നിളം തൂവൽ കിളിപ്പാട്ടുമായി ഇതള
വഴികളിലെ വിളയും വസന്തം കൈകുടന്ന നിറയെ തിരുമധുരം വെരി ഗുഡ് സർ. സാർ ഇത് പൊടി പറ്റാതിരിക്കാൻ നമുക്ക് ഈ കവറിൽ തന്നെ ഇങ്ങനെ ഇട്ട് വെച്ചാൽ മതി കേട്ടോ. ഇത് പോരാ. സാർ സാർ എടുക്കുന്നില്ലേ? അതിന് മാസമൊന്നുമില്ല, ഡിലേ ഇല്ല, വെറുതെ എന്തിനാ കൊണ്ടുപോയി? അല്ല സാറേ, ഇത് സാർ നന്നായി പാടി. സാറേ സാർ ഒരെണ്ണം എടുക്കും സാർ. സാർ ഈ മൈക്കെങ്കിലും ഒന്ന് എടുത്തൂടെ സാർ? സാർ ഒരു വർക്കിന്റെ ഭാഗമാണ് സാർ. നമ്മളൊരു 10 പീസ് വിൽക്കുകയാണെങ്കിൽ നമുക്കൊരു ടാർജറ്റ് പൂർത്തീകരിക്കായിരുന്നു സാർ. സാർ ഇത് മാത്രം ഒന്ന് എടുത്താൽ മതി സാർ. സാർ ഈ ടോർച്ചെങ്കിലും എടുത്തോടെ സാർ. സാറ് രാത്രി സമയത്ത് ആരെങ്കിലും നാടിയൊക്കെ തട്ടുന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും സാർ.